عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله العظيم. وعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم: لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأسود على أحمر ولا لأحمر على أسود إلا بالتقوى أو كما قال عليه الصلاة والسلام. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷനവറുകൾ, ബഹുമാന്യരായ ഉസ്താദുമാർ, വിധികർത്തവ്യ പീഠത്തെ അലങ്കൃതമാക്കുന്ന ബഹുമാന്യരായ ഗുരുവര്യന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, സമാധാനത്തിന് വിത്തുപാകുകയും ജനക്ഷേമത്തിന് ഫസ്റ്റ് ചോയ്സ് നൽകുകയും ചെയ്യേണ്ട ഭരണകർത്താക്കൾ കുഞ്ഞുങ്ങളുടെ കഴുത്തറുക്കുന്ന കാബാലികരും നിസ്സഹായരുടെ നിലവിളികളെ നിർഭയം അടിച്ചൊതുക്കുന്ന രക്തരസസുകളുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ടും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഇസ്ലാമും മനുഷ്യാവകാശവും. UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് 3/4 നൂറ്റാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇക്കാലയളവിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ഇന്നും ഏട്ടിലെ പശുവായി തുടരുന്ന ദുരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് ജീവിക്കാനുള്ള അവകാശമാണ്. ഇസ്ലാമിനെയും മുസ്ലിമിനെയും സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശം എന്നതൊരു പുത്തനാശയമല്ല. ആധുനിക യുഗത്തിൻ്റെ കാഴ്ചയിൽ മനുഷ്യാവകാശം എന്ന പ്രയോഗത്തിൻ്റെ തുടക്കം ഒരു പക്ഷേ 1789 ഫ്രഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭ തയ്യാറാക്കിയ മനുഷ്യാവകാശ വിജ്ഞാപനമോ 1948 ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനമോ ആയിരിക്കാം. എന്നാൽ മുഴുവൻ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയും തുടക്കം 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തെ സൽമാർഗത്തിന്റെ സൽപാന്താവിലേക്ക് കൈപിടിച്ചുയർത്തിയ ലോകനായകൻ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. മതത്തിനും സമുദായത്തിനും കക്ഷിരാഷ്ട്രങ്ങൾക്കും അപ്പുറത്താണ് മാനവൻ, മനുഷ്യൻ. അവനെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബിയിൻ വലാ ലി അസ്വദ അലാ അഹ്മറ വലാ ലി അഹ്മറ അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വ. തഖ്വ കൊണ്ടല്ലാതെ ഒരു അറബിക്കും അനറബിയേക്കാളോ, ഒരു അനറബിക്കും അറബിയേക്കാളോ, ഒരു വെളുത്തവനും കറുത്തവനേക്കാളോ, ഒരു കറുത്തവനും വെളുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയും ഇല്ല എന്ന് പഠിപ്പിച്ച ലോകനായകൻ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, വ്യാപകമായ അവകാശ ലംഘനങ്ങളല്ലേ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ലോക ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും കുറഞ്ഞ പക്ഷം അവരുടെ അവകാശങ്ങളെങ്കിലും നേടിക്കൊടുക്കുവാൻ ബാധ്യതയുള്ള UN ഏജൻസികൾ സാമ്രാജ്യത്വത്തിന്റെ കാവൽ നായ്ക്കളായി തരം താഴ്ന്നിരിക്കുകയാണ്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്നതിന് പകരം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ക്രൂരമായ രീതികൾക്കാണ് ആധുനിക യുഗം പോലും സാക്ഷിയാകുന്നത്. മാസവേതനം അല്പം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്ന എത്രയോ ജനങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുവാൻ കൂലിവേല ചെയ്യുന്നതിൻ്റെ പേരിൽ പ്രമാണിവർഗത്തിൻ്റെ ക്രൂര പരിഹാസങ്ങൾക്കിരയാക്കപ്പെടുന്ന എത്രയോ ദരിദ്രരാണ് ജീവിതമെന്ന ശിക്ഷയെ അനുഭവിച്ചു തീർക്കുന്നത്. എന്തിനു പറയണം, തലചായ്ക്കുവാൻ ഒരു ഭൂമിയില്ലാതെ അലഞ്ഞു നടന്ന ഒരു ജനതയ്ക്ക് കൈത്താങ്ങായതിൻ്റെ പേരിൽ ഇപ്പോഴും ജീവൻ അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസയുടെ മണ്ണിലും മനുഷ്യാവകാശത്തിന്റെ നഗ്നമായ ലംഘനങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രസക്തമാകുന്നത്. മതമെന്ന് പറയുന്ന ഉത്കൃഷ്ടമായ ഉദാത്തമായ അനർഘമായ ആശയ സംഹിതയ്ക്ക് 2 മുഖങ്ങളുണ്ടെന്നും അതിലൊന്ന് ദൈവത്തിലേക്ക് തിരിച്ചു പിടിച്ചതാണെങ്കിൽ മറ്റേത് മാനവരാശിയിലേക്ക്, പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക്, പ്രപഞ്ചത്തിന്റെ ഓരോ തരുവിലേക്കും തിരിച്ചു പിടിച്ചതാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മനുഷ്യ ജീവന് നൽകിയ പ്രാധാന്യം ചെറുതല്ല. ഒരുവൻ സമൂഹത്തിൽ ഏത് തട്ടിലുള്ളവനാകട്ടെ അവകാശങ്ങൾ അവൻ്റെ അർഹതയാണ്. അതിൽ കൈ കടത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എല്ലാവരെയും അതിൽ തുല്യരായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അള്ളാഹു പറയുകയാണ്, വലഖദ് കറംനാ ബനി ആദം,
ആദം സന്തതിയെ നാം ആദരിച്ചിരിക്കുന്നു. ഈ സൂക്തത്തിലൂടെ മാനവ സമൂഹത്തെ മാനിക്കണമെന്നും മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും മാനവരാശിയെ ഒന്നടങ്കം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉണർത്തുകയാണ്. ഇസ്ലാം മനുഷ്യാവകാശത്തെ പരലോകവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. പരലോക ബോധമില്ലാത്ത UN അവകാശ ലംഘനങ്ങൾ നടത്തുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എങ്ങനെയാണ് ഇസ്ലാം മനുഷ്യാവകാശത്തെ പരലോകവുമായി ബന്ധിപ്പിക്കുന്നത്? ഒരിക്കൽ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ അടിമയെ മർദ്ദിക്കുന്നതായി ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ഉടനെ പ്രവാചകൻ പ്രതിവചിച്ചു, അബൂ മസ്ഊദ്, താങ്കൾ വലിയവനാണെങ്കിൽ താങ്കളെക്കാൾ വലിയവനാണ് അള്ളാഹു. ഈ വാക്കുകൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇടനെഞ്ചിലാണ് തറച്ചത്. ഉടനെ തന്നെ ആ അടിമയെ അടിമത്തത്തിന്റെ തടങ്കൽ പാളയത്തിൽ നിന്നും അദ്ദേഹം മോചിപ്പിക്കുകയാണ്. ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞു, താങ്കൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ താങ്കൾ നരകത്തിന് അവകാശിയായി തീരുമായിരുന്നുവെന്ന്. ഇസ്ലാം മനുഷ്യാവകാശത്തെ പരലോകവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ട മനുഷ്യന് താങ്ങും തടലുമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, വിശക്കുന്നവൻ അന്നവും നാണം മറയ്ക്കുവാൻ വസ്ത്രവും തലചായ്ക്കുവാൻ ഒരു പാർപ്പിടവും ഓരോ മനുഷ്യനും നേടിക്കൊടുക്കുവാനുള്ള വ്യവസ്ഥകൾ ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. മനുഷ്യൻ ചെയ്ത ഏത് പാപത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ മാപ്പുണ്ടെന്നും എന്നാൽ അപരനോട് ചെയ്ത പാതകങ്ങൾക്ക് മാപ്പില്ലെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം അവകാശങ്ങൾ ഹനിക്കപ്പെട്ട മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ്. അതുകൊണ്ടല്ലേ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വത്തഖി ദഅവത്തിൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. മർദ്ദിതന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണേ, ആ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും ഇടയിൽ യാതൊരു മറയും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഒരു ആവർത്തി വായിച്ചു നോക്കൂ. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഒരു ആവർത്തി പഠിച്ചു നോക്കൂ. അതിൽ അടിമുട്ടി മുഴങ്ങുന്നൊരു വാക്കുണ്ടെങ്കിൽ നീ കരുണയുള്ളവനാകണേ, നീ കരുണയുടെ പ്രതിനിധിയും പ്രതീകവും പ്രതിപുരുഷനും പ്രതിച്ഛായം ഉള്ളവനാകണേ എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ്. മായുന്ന മാനുഷിക മൂല്യങ്ങളെ മായാതെ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനുഷ്യാവകാശത്തിന് നൽകിയ പ്രാധാന്യം ചെറുതല്ല എന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.